എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പുതിയ കൂരിയ ചുമതലയേറ്റു. ഫാദർ വർഗീസ് മണവാളനെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്. പുതിയ പ്രോപോട്ടോ സിഞ്ചലൂസും ഫാദർ ജോസ് പുതിയിടത്ത് സിഞ്ചലൂസുമായി ചുമതല ഏറ്റെടുത്തു. വിവരങ്ങളുമായി അനിൽ ജോർജ് ചേരുന്നു. അനിൽ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമടക്കമുള്ള വിഷയങ്ങളിൽ ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ താൽക്കാലിക പരിഹാരം എത്തുന്നു. ഇതിന് മുമ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പുതിയ സർക്കിളുകളിലെ തീരുമാനങ്ങൾ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിലെ കൂരിയെ മാറ്റി പുതിയ കൂരിയ ചുമതലയിലേക്ക് വരുന്നു. പുതിയ കൂരിയ അംഗങ്ങളായിട്ട് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, പ്രോട്ടോ സിഞ്ചലൂസുമാരായി ഫാദർ ആൻഡ്രൂ ചെയ്യൻതുരുത്ത്, ഫാദർ ജോസ് പുതിയിടത്ത് എന്നിവർ ചുമതലയേൽക്കും. നിലവിലെ അതിരൂപത കോടതി ജഡ്ജിയായിട്ടുള്ള ഫാദർ ആന്റണി വാഴക്കാലയാണ് പുതിയ ചാൻസലർ. നിലവിലെ പ്രോട്ടോ സിഞ്ചലൂസായ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളിയെ അങ്കമാലി LF ഹോസ്പിറ്റലിന്റെ ഡയറക്ടറായിട്ടും ചാൻസലർ ഫാദർ ജോഷി പുതുവയെ ചൂണ്ടി ലോ കോളേജ് ഡയറക്ടറായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ ജൂലൈ 3-ന് പുതിയ ചുമതലയേൽക്കുകയും ചെയ്യും. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പുതിയ തീരുമാനങ്ങളെ, പുതിയ ചുമതലയിലേക്ക് വരുന്ന ആളുകളെ അൽമായ മുന്നേറ്റം അടക്കമുള്ളവർ സ്വാഗതം ചെയ്തിരിക്കുന്നു. അതായത് ഇനി തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവുണ്ടായിരുന്നു ട്രൈബ്യൂണലിന്റെ, സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ. ഇതിന് പ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ കത്തീഡ്രൽ ബസിലിക്കയുടെ വികാരി സ്ഥാനത്ത് നിന്ന് ഫാദർ മണവാളനെ അടിയന്തരമായി പുറത്താക്കണമെന്ന് ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് സഭാ നേതൃത്വം വഴങ്ങിയില്ല. തുടർന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി നേരിട്ട് ട്രൈബ്യൂണലിന് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഒപ്പം വത്തിക്കാനിലെ ഇത്തരം അച്ചടക്ക നടപടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ എടുക്കേണ്ട ഡോക്ടർ ഓഫ് ഫെയ്ത്തിലേക്ക് ട്രൈബ്യൂണൽ അതിന്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ മേജർ ആർച്ച് ബിഷപ്പിനും സമാനമായ ബുദ്ധിമുട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യത്തെ മറികടക്കാൻ ഫാദർ മണവാളനെ അദ്ദേഹത്തിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. കത്തീഡ്രൽ ബസിലിക്കയുടെ ചുമതലയ്ക്കൊപ്പം അദ്ദേഹത്തെ മറ്റ് ചുമതലകൾ, മറ്റ് ഇടവകകളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ ഒരു ചുമതലയും നൽകിയിട്ടില്ല. മെഡിക്കൽ ലീവിലേക്ക് അദ്ദേഹത്തെ വിടുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണമാണ് റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ലക്ഷ്മി പത്മ. അനിൽ ജോർജ്, കൊച്ചിയിൽ നിന്ന്.